ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ബില്ല് കൂടുതലെന്ന് അറിയണ്ടേ? അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മീറ്ററാണ് കേട്ടോ അത്. ഇത് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു മീറ്ററാണ്. ഏതൊക്കെ ഉപകരണങ്ങൾക്ക് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. വോൾട്ടേജ്, ആംപിയർ, പവർ ഫാക്ട്, ഹെർട്സ്, കിലോ വാട്ട് അവർ എല്ലാം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഞാനൊരു സാധാ ഫാൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാം. വേറെ വീട്ടിലെ ഒരു ലൈറ്റോ പ്ലഗുകളോ ഫാനുകളോ ഒന്നും ഓടരുത്. ഈ ഒരു ഫാൻ മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഫാന് മാത്രം നമ്മൾ എത്ര വാട്ട്സ് എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഈ മീറ്ററിൽ കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ സാധാ ഒരു ഫാന് എത്ര വാട്ട്സ് ലോഡ് എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈ മീറ്ററിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഓരോ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. 6, 8, 6, 7, 6, 65 അങ്ങനെ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 65-70 വാട്ട്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഈ ഫാന് റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും വാട്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഫാൻ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം എത്ര ലോഡ് ഇപ്പോൾ എന്താണ് അവിടെ അവസ്ഥ എന്നുള്ളത്. 0 കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു മീറ്റർ വയ്ക്കുന്നതുകൊണ്ട് ഓരോ ഫാനും, അതായത് ഈ ഒരു ഫാൻ എത്ര ലോഡ് എടുക്കുന്നുണ്ട്, ഒരു ബൾബ് എത്ര ലോഡ് എടുക്കുന്നുണ്ടെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ അറിയാൻ പറ്റും. ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു BLDC ഫാനാണ് കേട്ടോ. ഇത് എൻ്റെ ഹാളിൽ വെച്ചിരിക്കുന്ന ഒരു BLDC ഫാനാണ്. 2 റൂമിലും BLDC ഇതേ ഫാൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഫാൻ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇത് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്നുള്ളത് നോക്കാം. ഇത് ഫുൾ സ്പീഡിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. റിമോട്ടാണ്. അപ്പോൾ അത് റിമോട്ടിൽ നമ്മൾ ഫുൾ സ്പീഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്നുള്ളത് നോക്കാം. എന്തായാലും ഇത് ഫുൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് സ്റ്റേബിളായിട്ട് ഒരു വാട്ട്സ് കാണിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ മീറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ എത്ര വാട്ട്സ് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ സ്പീഡായി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് റീഡിങ് അറിയാൻ പറ്റും കേട്ടോ. ഫുൾ സ്പീഡായി കഴിഞ്ഞാൽ ഇതൊരു റേഞ്ചിൽ തന്നെ നിൽക്കും. എന്തായാലും 23, 24, 25 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഒരു 23-ലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു BLDC എന്ന് പറയുന്നത് ആറ്റംബർഗിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗുള്ള ഒരു BLDC ഫാനാണ് കേട്ടോ. ഇതിന് റെഗുലേറ്റർ ആവശ്യമില്ല. നമ്മൾ എന്തായാലും റെഗുലേറ്റർ വയ്ക്കുന്നുണ്ട്. ഓൾറെഡി ഫാൻ വയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ റെഗുലേറ്റർ ബൈപ്പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ സ്പീഡിൽ നമ്മൾ ഫാന് സ്റ്റേബിളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര വാട്ട്സാണ് ഈ ഫാൻ എടുക്കുന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ 23 വാട്ട്സ് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു -0.1 വ്യത്യാസമുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ സാധാ ഫാനിനെ സംബന്ധിച്ചോളം ഈ ഒരു ഫാൻ എന്തായാലും നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ട്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന റീഡിങ് BLDC ഫാനിൻ്റെ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ഒരു ഫാൻ എന്ന് പറയുന്നത് ഫാൻ തന്നെയാണ്. ഒരു 10 മണിക്കൂർ 15 മണിക്കൂറൊക്കെ എന്തായാലും രാത്രി കാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വ്യത്യാസമുണ്ട്. ഇത് സാധാ ഓർഡിനറി ഫാന് ഓടുന്ന ഒരു വാട്ട്സാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അറിയാം നമ്മുടെ വീട്ടിൽ കൂടുതൽ കറണ്ട് ബില്ല് കൂടുന്നത് സാധാ ഓർഡിനറി ഫാന് പോലെയാണ്. നമ്മൾ ഒക്കെ മാറ്റിയിട്ട് BLDC ആക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് ഒരു 1000 രൂപ വരുന്നുണ്ടെങ്കിൽ ഒരു 300 രൂപയായിട്ട് കുറയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഫാനിന് വില കുറച്ച് കൂടുതലാണെങ്കിലും നമുക്കിത് മേടിക്കുന്നതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. ഇങ്ങനെ കറണ്ട് ബില്ല് കുറയ്ക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് അറിയിക്കാൻ പറ്റിയ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്